നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് കാണാം അതിവിശിഷ്ടമായിട്ടുള്ള കേരളം ആരാധനയോടെ ഉറ്റുനോക്കുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ് എൻ്റെ കൂടെ നിന്ന് അദ്ദേഹം നിൽക്കുന്നത്. ശ്രീ ബേബി ചെമ്മണ്ണൂർ. ഞങ്ങളെല്ലാം സ്നേഹത്തോടു കൂടി ബോച്ചെ എന്നാണ് ഇദ്ദേഹത്തിനെ വിളിക്കൽ അല്ലെങ്കിൽ അഭിസംബോധന. അതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എന്നെ സാറേ എന്ന് വിളിക്കരുത്, എന്നെ ബോച്ചെ എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് യുവാക്കളുടെ ഇടയിൽ ഏറ്റവും ഒരു ഹരമാറിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള സിനിമാ നടന്മാരായിട്ട് അതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു സെലിബ്രിറ്റീസ്, ഒരു ചാരിറ്റി പ്രവർത്തകനാണ് അദ്ദേഹം. അതുമാത്രമല്ല ഒരുപാട് സൽക്കർമ്മങ്ങളിലൂടെ, നന്മകളിലൂടെ അദ്ദേഹം ഇന്ന് കേരള സമൂഹത്തിൻ്റെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബോച്ചെ. ഈ ബോച്ചെ കുറച്ച് സമയം ഞങ്ങളോട് കൂടെ പങ്കിടുന്നു എന്ന് തന്നെ എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ അതിയായ സന്തോഷത്തിലാണെന്നുള്ളതാണ്. വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന നിമിഷം. കാരണം ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ ഓരോരോ വീഡിയോകളും കാര്യങ്ങളും നമുക്കൊക്കെ ഒരുപാട് പ്രചോദനങ്ങൾ നൽകുന്നതാണ്. ചാരിറ്റി പ്രവർത്തന മേഖലകളിലും മറ്റുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹം കേരള സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിലെനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സന്തോഷം എന്താണെന്നാൽ, ഞാൻ ചെയ്യുന്ന എനാജി കാങ്കൻ വാട്ടർ എന്ന കാങ്കൻ വാട്ടറിൻ്റെ ഒരു സന്തോഷവാനായിട്ടുള്ള കസ്റ്റമർ കൂടിയാണ് അദ്ദേഹം. കാരണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് അദ്ദേഹം. കാരണം ഏത് ഇൻ്റർവ്യൂവിലും സാറിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയില്ല, ഞാൻ ആദ്യം രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ലിറ്റർ വെള്ളം കുടിക്കുന്നുള്ളതാണ്. അത് അവിടുന്നാണ് വെള്ളമാണ്. വെള്ളത്തിന് അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം അത് ജീവിതചര്യയായിട്ട് കൊണ്ടു നടക്കുന്നു. അതുവഴി ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിന് നല്ലൊരു സന്ദേശം പകർന്നു കിട്ടുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കെങ്കൻ വാട്ടർ ഉപഭോക്താവ് കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്കൊന്ന് ചോദിക്കാം അദ്ദേഹത്തോട്, എന്താണ് കെങ്കൻ വാട്ടർ സാറിനുള്ള റിസൾട്ട്, അല്ലെങ്കിൽ എന്ത് സന്തോഷവാനാണോ സാർ ആ ഒരു പ്രൊഡക്റ്റിൽ എന്ന് ചോദിക്കാം. സാർ 1-2 വർഷമായിട്ട് കെങ്കൻ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് കെങ്കൻ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഒരു 8 to 9 pH വാല്യൂ കണക്കാക്കിയിട്ടാണ് ഞാൻ കുടിക്കുന്നത്. കാരണം അത് കുടിച്ച് കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് വി ക്യാൻ ഫീൽ അവർ സെൽഫ്. ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ അവിടെയൊന്നും pH വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് വെള്ളം. പിന്നെ ഹിമാലയത്തിലോ അവിടെയൊക്കെ പോണ്ടി വരും. 8 pH വാല്യൂ ഒക്കെ കിട്ടണമെങ്കിൽ അതാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സൗകര്യമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം തന്നെ മെജോറിറ്റീസ് വെള്ളത്തിലാണ് നിൽക്കുന്നത്, ബോഡി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 3 ലിറ്റർ വെള്ളം, കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം കുറേശ്ശായിട്ട് കഴിക്കണം. മാത്രമല്ല നമ്മൾ നന്നായി സ്വെറ്റ് ചെയ്യണം, വ്യായാമം ചെയ്ത് വേർക്കണം നന്നായിട്ട്, ഒരു 8 മണിക്കൂർ ഉറങ്ങണം. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ തന്നെ ഒരു രോഗവും വരില്ല. എനിക്ക് കോവിഡ് വന്നിട്ടില്ല ഇതുവരെ. നാളെ വരുമായിരിക്കും. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇതുവരെ പിടിച്ചു നിന്നത് ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ്. ഈ വെള്ളമൊക്കെ അതിന്റെ ഭാഗമാണ്, വെള്ളം ഉറക്കം ഇതൊക്കെ. കാരണം ഒരു പക്ഷേ ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം ഉദ്ഘാടനം ചെയ്തത് ഞാനായിരിക്കും. ഒരു 100ഓളം ഉദ്ഘാടനം, 36 ടർഫ് ഫുട്ബോൾ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത്. ഹെവി ക്രൗഡിലേക്കാണ് ഞാൻ ഡയറക്റ്റ് പോയിട്ടുള്ളത്. അത്രയും ക്രൗഡ് ഒരാളും ഈ കാലത്ത് ഫേസ് ചെയ്തിട്ടില്ല. കാരണം ആരും പേടിച്ചിട്ട് ഉദ്ഘാടനത്തിനൊന്നും പോയിട്ടില്ല. അപ്പൊ വരണമെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ എനിക്കറിയില്ല, പക്ഷെ അതൊരു ഇതാണ്. നന്നായിട്ട് ഉറങ്ങുക, വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്ത് വേർക്കുക. ഇത് നമ്മളെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്, നമ്മുടെ ബോഡി. അതാണ് അതിന്റെ സയൻസ്. അപ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. എപ്പോഴും എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാവുന്ന, മരുന്നിന് പകരം ഈ pH വാല്യൂ ഉള്ള വെള്ളം കുടിച്ചാൽ തന്നെ 50% മരുന്ന് ഒഴിവാക്കാം എന്നതാണ്. സോ കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവറിബഡി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.